കലയനാടിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നത് ഈ ചിക്കൻ കൊണ്ടാണോ? അതെ, തീർച്ചയായും. ഇതാണ് 50 രൂപയുടെ ചിക്കൻ ഇത്രത്തോളം ഉണ്ട്. 10 രൂപ മുതൽ ചിക്കൻ കട കിട്ടുന്ന ഒരു സ്റ്റാളാണിത്. അപ്പം 10 രൂപയ്ക്ക് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞതോ? തീർച്ചയായിട്ടും കൊടുക്കും. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ കലയനാടാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പുനലൂർ കലയനാടാണ്. ഞാനിതുവഴി ഷൂട്ട് കഴിഞ്ഞ് പാസ് ചെയ്യുമ്പോൾ ഒരു ബോർഡ് കണ്ടു, കേരള ഫാം ഹലാൽ ചിക്കൻ എൻ്റെ ഇറച്ചിക്കട, കോഴിയിറച്ചി കടയാണ്. ഈ കടയിൽ 10 രൂപ മുതൽ കോഴിയിറച്ചി ഉണ്ടെന്ന്. ശരിക്കും കോഴിയിറച്ചിക്ക് 10 രൂപയ്ക്ക് വിലയുണ്ടോ? 10 രൂപയുടെ കോഴിയിറച്ചി ഇങ്ങനെ കണ്ടു കളയാം. പക്ഷേ 10 രൂപയ്ക്ക് നമുക്കറിയാം 1-2 പീസ് മാത്രമേ കിട്ടത്തുള്ളന്നിരിക്കെ നമുക്കൊരു 50 രൂപയുടെ ചിക്കൻ ഒന്ന് മേടിച്ച് നോക്കാം. നമുക്ക് എത്രത്തോളം ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടെന്നറിയാം. 50 രൂപയ്ക്കും കിട്ടുമെന്ന് അറിയില്ല. ഈ കടയിൽ അവിടെ 50 രൂപയ്ക്കും ഇറച്ചി ഉണ്ടെന്നാണ് അറിഞ്ഞത്. നമുക്ക് ചോദിക്കാം അവരോട്. ഇവിടെ 50 രൂപയ്ക്കും ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും 50 രൂപയുടെ ചിക്കൻ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കാം. 10 രൂപ മുതൽ കോഴിയിറച്ചി ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞു വന്നത്. പക്ഷേ 50 രൂപയുടെ ചിക്കൻ മതി നമുക്ക്. ഇവിടെ ഓൾറെഡി തന്നെ അതിൻ്റെ കോഴി ഡ്രസ്സ് ചെയ്തിരിക്കുന്ന കോഴിയാണ് ഇവിടെ ഉള്ളത്. കാരണം ആവശ്യക്കാർ 50 രൂപ മുതൽ നമ്മൾ മീനൊക്കെ മേടിക്കുന്ന പോലെ തന്നെ 50 രൂപ മുതലൊക്കെ തന്നെ ചിക്കൻ മേടിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമ്മൾ 50 രൂപയുടെ ചിക്കൻ ഏകദേശം ഈ ചേട്ടൻ എടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന കോഴികളാണ്, അല്ലാതെ പുതിയ കോഴിയെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരുന്നില്ല. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? ഓക്കെ. ഇതാണ് 50 രൂപയുടെ ചിക്കൻ ഇത്രത്തോളം ഉണ്ട്. ഏകദേശം എത്ര ഗ്രാം ഉണ്ടാവും? 250 ഗ്രാം കാണും. 250 ഗ്രാം ചിക്കൻ ഉണ്ട്. അതിന് മേളിൽ വരും അല്ലേ? ഓക്കെ. അപ്പോൾ 250 ഗ്രാമിന് മേളിൽ വരും. ഏതായാലും 50 രൂപയുടെ ചിക്കനാണ്. അത്യാവശ്യം നമുക്കറിയാം ഒരു നേരത്തേക്ക്, വൈകുന്നേരങ്ങളിലൊക്കെ ഒരു നേരത്തേക്കൊക്കെ ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള, കടിച്ച് പഠിച്ച് തിന്നാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ചിക്കൻ തന്നെയുണ്ട്. 50 രൂപയ്ക്ക് നല്ല ലാഭം തന്നെയാണ്. ഏതായാലും ചിക്കനൊക്കെ ഇപ്പോൾ ഏകദേശം കിലോയ്ക്ക് എത്ര വില കൊടുക്കുന്നത്? സാധാരണ ചിക്കന് 150 തൊട്ട് ഇപ്പം വിലയുണ്ട്. കിലോയ്ക്ക് 150, 140 വരെ കോഴിയായിട്ട് ഉണ്ട്. സാധാരണ നമുക്ക് ആ ഒരു കറക്റ്റ് 1 കിലോയ്ക്ക് തന്നെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും. ആ റേഞ്ചിനാണ് ഏകദേശം കൊടുക്കും. അപ്പോൾ 10 രൂപയ്ക്ക് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞതോ? തീർച്ചയായിട്ടും കൊടുക്കും. ഓക്കെ. 10 രൂപയ്ക്ക് സത്യം ഒന്നും കാണത്തില്ല ശരിക്കും പറഞ്ഞല്ലേ? കാണത്തില്ല. അത്യാവശ്യം കൊടുക്കും. അത് ലെഗ് പീസൊക്കെ ആയിരിക്കും അല്ലേ? ലെഗ് പീസ് ആയിരിക്കും. അപ്പോൾ അതെന്തായാലും കൊള്ളാം. അത് നല്ലൊരു ഐഡിയ ആണ് ശരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അഥവാ ചിക്കൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചോറ് കഴിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ ശരി 10 രൂപ തൊട്ട് ഇവിടെ ചിക്കൻ കിട്ടും. ഏതായാലും ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ കലയനാടാണ്. ഇവിടുത്തെ ഈ കേരള ഫാം ഹലാൽ ചിക്കൻ കടയാണ്. അപ്പോൾ ഈ കടയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ചിക്കൻ മേടിച്ചുകൊണ്ട് പോകാം. ചേച്ചി, ശരിക്കും നമ്മളൊക്കെ സാധാരണ ചിക്കൻ കടയിൽ പോകുമ്പോഴേ നമുക്ക് 150, 200 ആ റേഞ്ചിനായിരിക്കും നമ്മൾ ചിക്കൻ മേടിക്കുന്നത്. പക്ഷേ 10 രൂപയ്ക്ക് ചിക്കൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്കൊക്കെ എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല. മേടിച്ചോണ്ട് പോകാറുണ്ടോ ഇവിടുന്ന്? ഓക്കെ. അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിക്കുന്ന പോലെ ഡെയിലി മേടിക്കാനും പറ്റുന്നുണ്ട് അല്ലേ? മീൻ മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചിക്കൻ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം ഒരുപാട് ചിക്കൻ്റെ ആൾക്കാരാണ്. കാരണം അത്രയും ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ചിക്കൻ കട ആദ്യമായിട്ടായിരിക്കും അല്ലേ? ആയിരിക്കും. ഓക്കെ. കലയനാടിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നത് ഈ ചിക്കൻ കൊണ്ടാണോ? അതെ, തീർച്ചയായിട്ടും. കലയനാട് എന്ന് പറയുന്ന സ്ഥലത്തിനെ ഞങ്ങൾ എപ്പോഴും വരും. മീൻ മേടിക്കുന്ന പോലെ തന്നെ. അതെ. ശരി, അത് നോക്കും. നമ്മൾ മീനൊക്കെ 50 രൂപയ്ക്ക് ആണ്. കണ്ടില്ലേ, മീനൊക്കെ എന്തോരം വില കയറി നിൽക്കുന്ന സമയങ്ങളാണ്. ആ സമയങ്ങളിൽ 10 രൂപ മുതൽ ചിക്കൻ കട കിട്ടുന്ന ഒരു സ്റ്റാളാണിത്. ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചിക്കൻ മേടിച്ചുകൊണ്ട് പോകാം 10 രൂപ മുതൽ. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ബിലു അനിസൻ, വിസ്മയ ന്യൂസ്.